നമസ്കാരം. പാടാം നമുക്ക് പാടാം, സ്റ്റാർ സിംഗർ തുടങ്ങിയ ടെലിവിഷൻ ഷോകളിൽ ഗാനങ്ങൾ കൊണ്ട് നിരവധി ആരാധകരെ സൃഷ്ടിച്ച സംഗീത് വിനോദിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംഗീത് വിനോദ്. ഞാനൊരു പ്രൊഫഷണൽ സിംഗറാണ്. ഇത് സംഗീത് വിനോദ്. ആലുവ സ്വദേശിയാണ് സംഗീത്. സംഗീതം ജീവനായി കാണുന്ന ഒരു കലാകാരനാണ് സംഗീത്. അച്ഛൻ വിനോദ് കേരളത്തിലെ ഗാനമേള ട്രൂപ്പുകളിലെ ഒഴിവാക്കാനാകാത്ത ഒരു വ്യക്തിത്വമാണ്. കൊച്ചിൻ കലാഭവൻ ഉൾപ്പെടെ നിരവധി ട്രൂപ്പുകളിലെ പ്രധാന ഗായകനായ വിനോദിൻ്റെ മകനാണ് സംഗീത്. എൻ്റെ ഒരു മ്യൂസിക് ജേണിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലെല്ലാവരും അത്യാവശ്യം പാടുന്ന ആൾക്കാരാണ്. എൻ്റെ അച്ഛൻ ഒരു സിംഗറാണ്. അച്ഛൻ എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു 45-50 ഇയേഴ്സോളമായിട്ട് ഗാനമേള ഫീൽഡിലുള്ള ഒരാളാണ്. അതുപോലെ അമ്മയും പാടും, ചേട്ടനും പാടും. ഒരു സിംഗറാവുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ആഗ്രഹം. പക്ഷേ എൻ്റെ ഒരു കരിയർ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു ജേണി തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് M.Com ആണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളം ഞാൻ മിഡിൽ ഈസ്റ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ദെൻ അവിടുന്ന് റിസൈൻ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ റിസൈൻ ചെയ്യാനുള്ള കാരണവും എനിക്ക് ബാക്ക് ടു മ്യൂസിക് എന്നുള്ള ഒരു തോട്ട് വന്നപ്പോഴാണ് ഞാൻ വീണ്ടും റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരുന്നതും ഒരു ഓഡീഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അതിൽ ചെല്ലുന്നതും അതിൽ ഇന്നായി. ദെൻ ആ ഷോയിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. മഴവിൽ മനോരമയിലെ പാടാം നമുക്ക് പാടാം എന്നുള്ള ഷോ ആയിരുന്നു അത് 2019 അത് എൻഡ് ചെയ്തത് ഷോ. ദെൻ അതിന് ശേഷം ഇപ്പോൾ സ്റ്റാർ സിംഗർ സീസൺ 9 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. വീട്ടിലെന്നും മ്യൂസിക് ഉണ്ട്. എപ്പോഴും പാട്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു. പക്ഷേ ഏതൊരു ഫാമിലിയിലുള്ള പോലെ തന്നെ ഇപ്പോൾ അച്ഛൻ സിംഗറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അവരെപ്പോഴും അതിനുള്ളിലുള്ള അൺസർട്ടനിറ്റീസും റിസ്ക് എലമെൻസിനെ പറ്റിയായിരിക്കും എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് അച്ഛനും അമ്മയും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആദ്യം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക, ഒരു ബാക്കപ്പ് എന്നുള്ള നിലയ്ക്ക്. ദെൻ അതിനുശേഷം നിനക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലേക്ക് പോകാം, മ്യൂസിക് പേഴ്സ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ പോകാം എന്നുള്ളൊരു രീതിയിലായിരുന്നു. അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു അൺയൂഷ്വൽ കരിയർ പാത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് 2 വർഷം ഒമാനിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ 2019 ഇവിടെ വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് റിയാലിറ്റി ഷോയിൽ എൻ്റർ ചെയ്യുന്നതും. ദെൻ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്കറിയാം കോവിഡ് വന്നു. 2020 ഫെബ്രുവരിയൊക്കെ ആവുന്തോറും കോവിഡ് നമ്മൾ ന്യൂസൊക്കെ അറിഞ്ഞു തുടങ്ങി. ദെൻ ഈ പറഞ്ഞ പോലെ എല്ലാ ആർട്ടിസ്റ്റുകളും ലോക്കായി പോയതുപോലെ തന്നെ നമ്മളും ലോക്കായി. ദെൻ അഗെയിൻ ഞാൻ ഇൻഫോ പാർക്കിൽ ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളം അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സീനിയർ അക്കൗണ്ട്സ് അസോസിയേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ആ ഒരു ട്രാക്കിൽ നിന്ന് മ്യൂസിക് ട്രാക്കിൽ നിന്നും മാറി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു അച്ഛനും അമ്മയും ഇങ്ങനെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഓഡീഷൻ്റെ കാര്യം എന്നോട് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഞാനത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ബാക്ക് ടു ബാക്ക് പ്രോഗ്രാംസ് ചെയ്യുകയോ അങ്ങനെയൊന്നും പറ്റിയൊരു സിറ്റുവേഷനിലായിരുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എപ്പോഴും മ്യൂസിക് തന്നെയാണ് മനസ്സിൽ. അപ്പോൾ ഞാനത് ഓഡീഷന് പോവുകയും എനിക്കതിൽ ആ ഒരു ഷോയുടെ പാർട്ടാവാനായിട്ട് സാധിക്കുകയും ചെയ്തു. 2 ഷോസിൻ്റെ പാർട്ടാവാൻ സാധിച്ചതിലുള്ള ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്ര ചേച്ചി, ശരത് സാർ, അതുപോലെ ഔസേപ്പ് ബച്ചൻ സാർ, അതുപോലെ വലിയ വലിയ ലെജൻസിനെ നേരിട്ട് കാണാനും ഇടപഴകാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. അവരുമായിട്ട് ഇപ്പോഴും നല്ലൊരു ബന്ധം സൂക്ഷിക്കാൻ സാധിക്കുന്നു. അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹം. പിന്നെ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്നൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോ വീരൽ മീട്ടി ആ സോങ് ചിത്ര ചേച്ചിയുടെ ഒപ്പം ഡ്യുവറ്റ് പാടാനായിട്ട് ആ ഷോയിൽ സാധിച്ചിരുന്നു. അതിപ്പോഴും ഒരു നല്ലൊരു മെമ്മറിയാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ ചുമ്മാ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ സങ്കല്പിക്കുമായിരുന്നു ഇങ്ങനെ ചിത്ര ചേച്ചിയുടെ ഒക്കെ ഒപ്പം നമ്മളുടെ ഒരു വോയിസ് ഒരുമിച്ച് വരുന്നതും ഒക്കെ ആയിട്ട്. പക്ഷെ അതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു അന്ന് അങ്ങനെ പാടാൻ സാധിച്ചത്. അതുപോലെ അതേ ഷോയിൽ തന്നെ ഞാൻ ചെറിഷ് ചെയ്യുന്ന മറ്റൊരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത് സാറിൻ്റെ ഒപ്പം അതേ വേദിയിൽ നിന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് രാഗം മധുമയമാം രാഗം ആനാദം അനുപമലയകരനാദം ആ സോങ്ങും എനിക്ക് പാടാനൊരു ഭാഗ്യം കിട്ടിയിരുന്നു. ശരത് സാറിന് കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വിചാരം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഭീകരനായിട്ടുള്ള ഒരാളാണെന്നാണ്. പക്ഷേ കുട്ടികളുടെ പോലെയാണ് സാറ്. വാ തുറന്നാൽ കോമഡിയെ സാറ് പറയുള്ളൂ. സാറായിട്ടും ഭയങ്കര നല്ലൊരു സ്നേഹബന്ധമാണുള്ളത്. സാറിൻ്റെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെറിയ ഡൗട്ട്സ് ചോദിച്ച് നമ്മൾ വിളിച്ചാൽ പോലും സാറത് പറഞ്ഞു തരികയും എന്താ പറയുക, നമ്മുടെ വീട്ടിലൊരാളുടെ പോലെ നമ്മൾ സാറ് സംസാരിക്കുക നമ്മളോട്.
നല്ലൊരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ശരത് സാറായിട്ട്. ജെറി അമൽദേവ് സാർ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഹമ്പിളായിട്ടുള്ള ലെജൻഡറി മ്യൂസിക് കമ്പോസറാണ്. സാറിൻ്റെ ഗുരുനാഥനാണ്. ഞാൻ മഴവിൽ മനോരമയിലെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ ഒരു സോങ് പാടിയിരുന്നു. അപ്പോൾ അന്ന് സാറിനെ പറ്റി കുറച്ച് സംസാരിക്കാനൊരു അവസരം കിട്ടിയിരുന്നു. അതിനുശേഷം എൻ്റെ മ്യൂസിക്കിനെ എന്നും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജെറി സാർ. സാർ ഇപ്പോഴും സാറിനെ വിളിച്ച് സംസാരിക്കുക. അതുപോലെ സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സാർ ഇപ്പോഴും വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ പലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് സാർ വിളിച്ചിട്ട് എറണാകുളം വഞ്ചി സ്ക്വയറിലൊരു പ്രോഗ്രാം ചെയ്യണമെന്നും അങ്ങനെ ഞങ്ങളവിടെ പോയി സാറിന് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചിരുന്നു. പിന്നെ സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഈക്വലായിട്ട് കാണുന്ന ഒരാളാണ്. അതുപോലെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടൊരാളാണ് സാർ. ഇപ്പോഴും മ്യൂസിക്കുമായി ബന്ധപ്പെട്ടാൽ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും സാറിനെ വിളിച്ചാലും സാർ ഒരു എന്താ പറയുക, സാറ് സമയം കണ്ടെത്തി നമുക്കത് ഒരു ഗൈഡ് ചെയ്യുകയും നമുക്ക് വേണ്ട എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. സാറിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ നല്ല മെമ്മറീസ് പോലെ തന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്ത മൊമെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ആ സമയത്ത്, സ്റ്റാർ സിംഗറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത്. അന്നത്തെ എൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈവനിങ് ഒരു 5 PM ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഒരു 2:30, 3:30 വരെയൊക്കെ വർക്ക് ഉണ്ട്. അതിനുശേഷമാണ് പിന്നെ മോർണിംഗ് ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും നമുക്ക് ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ബെയർലി ഉറങ്ങിയിട്ടുള്ളത്. ദെൻ ആ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ തന്നെ ഒരു പ്രൊമോഷണൽ ഷോയുടെ പാർട്ടാവാൻ വേണ്ടി ഒരു 3:30 വെളുപ്പിന് 3:30 ഒരു ജോലി കഴിഞ്ഞ സമയത്ത് ഞാൻ നേരെ ട്രിവാൻഡ്രത്ത് പോവുകയുണ്ടായി. അങ്ങനെ എനിക്ക് അവിടുന്ന് വൈറൽ ഫീവർ കിട്ടി. ദെൻ അതിനോടടുപ്പിച്ച് തന്നെ വന്ന ഷൂട്ടിങ്ങിൽ ഒരു 2 സോങ്സ്. നോർമലി നമുക്ക് ഒരു ഷെഡ്യൂളിൽ 2 സോങ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് 2 സോങ്സ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എനിക്ക് വൈറൽ ഫീവർ കിട്ടി. എന്താ പറയുക, വാ തുറന്നാൽ ചുമയ്ക്കാന്നുള്ള ഒരു സിറ്റുവേഷനായിരുന്നു അന്ന്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പൊക്കെ ഇട്ടിട്ടാണ് വന്ന് നമ്മൾ ഫസ്റ്റ് ഡേ പാടാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഡേ നമ്മൾ 2 സോങ്സ് പാടുന്നു. അത് പ്രേമോദാരനായ എന്നുള്ള സോങ്ങും അതുപോലെ തരളിതരാവിൽ എന്നുള്ള സോങ്ങും. അതെനിക്ക് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ എനിക്ക് പാടാൻ സാധിച്ചില്ല. കാരണം എൻ്റെ ഒരു ഹെൽത്ത് അങ്ങനെയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് നമ്മുടെ കഷ്ടകാലത്തിന് അന്നത്തെ ദിവസം തന്നെ അന്ന് ഡേഞ്ചർ സോൺ പറയുകയും ദെൻ അടുത്ത ഷൂട്ടിൽ പാടിയ സോങ്സ് എന്ന് പറയുന്നത് കതിർ മണ്ഡപം എന്നുള്ളൊരു ദക്ഷിണാമൂർത്തി സ്വാമി മ്യൂസിക് ചെയ്ത സോങ്ങും ദെൻ സ്വർണ്ണഗോപുര നർത്തകി ശില്പം. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ 2 സോങ്സ് ആയിരുന്നു. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായുജ്യം നിൻ രൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും. അത് അന്ന് ജഗദീഷ് ചേട്ടനും ഒരുപാട് നല്ല കമൻസ് പറഞ്ഞിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ആ 2 സോങ്ങും യൂട്യൂബിലില്ല. എൻ്റെ ഡ്രീമിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലി തന്നെയാണ്. എൻ്റെ അച്ഛൻ സിംഗറാണ്. അവളൊരു ഓൾമോസ്റ്റ് ഒരു 50 ഇയേഴ്സോളമായിട്ട് ഗാനമേള ഉള്ളതാണ്. അതുപോലെ ചേട്ടനും നന്നായി പാടും, പക്ഷേ ഫീൽഡ് വേറെയാണ്. ചേട്ടനും ചേച്ചിയും ഇപ്പോൾ UK-ലാണ്. ദെൻ അമ്മ ഹൗസ് വൈഫാണ്. ഞാൻ ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ജോബ് ഞാൻ റിസൈൻ ചെയ്തപ്പോൾ ഫുൾ ടൈം മ്യൂസീഷ്യനാണ്. എൻ്റെ ആ ഒരു ഡിസിഷനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ബിക്കോസ് എൻ്റെ ആ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയറാണെന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാവണം അത്രയൊരു സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു സപ്പോർട്ട് വരുന്നത്. ദെൻ എല്ലാവരുടെയും പോലെ തന്നെ മ്യൂസിക് ഫീൽഡിൽ നിൽക്കുന്ന ഒരു സിംഗറുടെ ഏറ്റവും വലിയൊരു അംബീഷനാണ് സിനിമയിൽ പാടുക എന്നുള്ളത്. അതെൻ്റെയും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീംസാണ്. ദെൻ അപ്പോൾ അത് ദൈവാനുഗ്രഹം കൊണ്ട് അടുത്ത് തന്നെ സാധിക്കും തന്നെയാണ് വിശ്വാസം. ദെൻ ഞാൻ എൻ്റെ ഓൺ ബാൻഡുണ്ട്, രാഗ് റോക്ക് എന്നാണ്, കൊച്ചിൻ രാഗ് റോക്ക് എന്നാണ് ബാൻഡിൻ്റെ പേര്. അതുപോലെ ഒരുപാട് നല്ല വർക്കുകൾക്ക് മ്യൂസിക് ചെയ്യാനും ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. മ്യൂസിക് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് MES കോളേജ് മാറമ്പള്ളിയിലായിരുന്നു.
അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് റിയാസ്, അവനും നല്ല അസലായിട്ട് ലിറിക്സൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോൾ അവൻ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ സെൻഡ് ഓഫിന് വേണ്ടിയിട്ടൊരു സോങ് ഞങ്ങൾ എഴുതുന്നു. ജൂനിയേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഡിഗ്രി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ജൂനിയേഴ്സിൻ്റെ ഫെയർവെല്ലിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സോങ് എഴുതുകയുണ്ടായി. അത് അന്ന് ആ കോളേജിൽ അത്യാവശ്യം നല്ലൊരു പോപ്പുലാരിറ്റി കിട്ടിയൊരു സോങ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സോങ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് നമുക്ക് അങ്ങനെ നല്ല രീതിയിലൊന്നും ഇതുവരെ ഇറക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ സാറിൻ്റെ വീട്ടിലൊരു ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ടാണ് അന്ന് റെക്കോർഡ് ചെയ്തത്. കാരണം അന്ന് നമുക്ക് പോക്കറ്റ് മണി നിസ്സാര എമൗണ്ടൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതും നമ്മുടെ നല്ല രീതിയിൽ ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സോങ്ങാണ്. അടുത്ത് തന്നെ നമ്മളത് റിലീസ് ചെയ്യും. ദെൻ കുഴൽമന്നം രാമകൃഷ്ണൻ സാറിൻ്റെ ഒരു സോങ് മ്യൂസിക് ചെയ്യാൻ സാധിച്ചിരുന്നു. അങ്ങനെ അതുപോലെ ഒന്ന് രണ്ട് ഡിവോഷണൽ സോങ്സ്. അപ്പോൾ പാട്ടുകാരൻ എന്നുള്ളതിലുപരി മ്യൂസിക് ചെയ്യുന്നതും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യൻ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം. നല്ല കുറേ പാട്ടുകൾ പാടാനും നല്ല കുറേ പാട്ടുകൾ മ്യൂസിക് ചെയ്യാനും ഒക്കെ സാധിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. സാധിക്കും തന്നെയാണ് വിശ്വാസം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും. എന്നോട് ഒരുപാട് ഫ്രണ്ട്സും അതുപോലെ പരിചയമുള്ളവരും അല്ലാത്തവരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എനിക്ക് മെസ്സേജസൊക്കെ അയച്ച് ചോദിക്കാറുണ്ട്, റിയാലിറ്റി ഷോയിൽ എങ്ങനെയാണ് അത്, ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യുന്നു, കയറാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഷോയാണ്, ഒരു കോമ്പറ്റീഷൻ എന്നുള്ളൊരുപരി അതിനെ വൈകാരികമായിട്ട് കാണാതിരിക്കുക. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. ദെൻ മറ്റു കാര്യങ്ങളെ പറ്റിയൊന്നും അത് ഇമോഷണലാക്കി അത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതൊരു ബിസിനസ്സാണ്. പിന്നെ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ അത്ര പരിചയമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ചോദിക്കും എവിടെയാ പഠിക്കുന്നത്, ഏത് കോളേജിനാണെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ എന്നാൽ എൻ്റെ പ്രായം അറിയാവുന്ന എൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാണ് കല്യാണം? അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ജോലി ഈ അടുത്ത് റിസൈൻ ചെയ്തിരുന്നു. ഫസ്റ്റ്ലി ഞാനിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എൻ്റെ ഒരു കരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ മ്യൂസിക്കും അതുപോലെ പാഷനെയും സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണർ വരികയാണെങ്കിൽ ഓക്കെ, അത് അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ലാതെ ഒരു എന്താ പറയുക, കല്യാണം കഴിക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ എൻ്റെ ഒരു കരിയർ പാത്ത് മാറ്റി വെച്ച് വീണ്ടും ഒരു അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോബിലേക്ക് മാറാനായിട്ടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം അത് സെക്കൻഡറി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്.